യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47 ഇന്ന് നമ്മുടെ വെസ്റ്റ് ഹാം ലൈനപ്പ് വന്നിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും 2 ദിവസത്തിനുള്ളിൽ നടന്നു. ഞാൻ കുറച്ച് ട്രാവലിംഗ് ആയത് കാരണമാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാമെന്ന്. എല്ലാവരും ഇങ്ങനൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്ന് 6:45 നമ്മൾ കളി. ഓക്കെ, ആദ്യമായിട്ട് പറയാനുള്ളത് വെസ്റ്റ് ഹാമുമായിട്ടുള്ള മാച്ചാണ്. ട്രഫോർഡിലാണ് കളി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത മാച്ചാണ്. എന്തായാലും നമുക്കിനി ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ ബേസിക്കലി ആണ് യൂറോപ്പ ഫൈനലാണ്. അപ്പം അതിൽ മാച്ചിന് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ആസ് എ യുണൈറ്റഡ് ഫാൻ നമ്മൾ കാണുന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ലൈനപ്പ് വന്നിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഗോൾ കീപ്പർ ബലണ്ടിയറാണ്, മറ്റേ നമ്മുടെ ബാക്കപ്പ് ഗോളിയാണ്. പിന്നെ ലൂക്ക് ഷോ, മസ്റാവി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത് മൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഹരിയാമാസ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഉഗാട്ടെ ഉണ്ട്. പിന്നെ ഇത് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് റാസ്മസ് ആണ്. ഇതാണ് മെയിനായിട്ട് പറയുന്നത്. കാരണം റാസ്മസിന് വരെ എനിക്കൊന്ന് ചിബോ മാർട്ടിനെ ഇറക്കിയിരുന്നെങ്കിൽ അവന് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയേനെന്ന് ഞാൻ ആക്ച്വലി ചിബോ മാർട്ടിനെ ആയിരുന്നു പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു ഇത് എനിക്കുള്ളൂ. പിന്നെ ലൈനപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള പ്രീമിയർ ലീഗ് മാച്ചസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം യങ്സ്റ്റേഴ്സിന് ടൈം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് എന്തായിരുന്നു ടോട്ടൽ ഹ്യൂമിലേഷനിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ടീം ഡെവലപ്പ് ചെയ്തിടുക എന്നുള്ളത്. കാരണം നമുക്ക് ഫൈനലി പ്ലേയേഴ്സ് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് അത്യാവശ്യം ഗെയിം ടൈമുള്ള ഫ്രഷായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു ആഗ്രഹം പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ ന്യൂസസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വലുതല്ല, മേജർ അപ്ഡേറ്റ്സ് ആണെന്നാൽ മേജർ അപ്ഡേറ്റ്സ് ആണെന്ന് ചോദിച്ചാൽ മേജർ അപ്ഡേറ്റ് അല്ലതാണ്. അതായത് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് സെയിലില്ല എന്ന് നമ്മുടെ അമറിമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഇസ് നോട്ട് ഫോർ സെയിൽ. നിങ്ങൾ എന്തൊക്കെ കാണിച്ചു, നിങ്ങൾ എന്തൊക്കെ തന്നോ, നോട്ട് ഫോർ സെയിൽ. മാനേജർ അങ്ങനെ എന്തും പറയാം. മാനേജറിന് ക്ലബ് ടീമേ സെയിലല്ലെന്ന് വേണേൽ പറയാം. ഓൾ ഡിപ്പെൻഡ് ഓൺ അവർ സർക്കംസ്റ്റൻസ്. അതായത് നമ്മൾ UEFA ചാമ്പ്യൻസ് ലീഗ് തോറ്റ ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് എനിക്കിപ്പോഴും അറിയാം. ഇറ്റ്സ് വർക്ക് ലൈഫ്. നമുക്ക് ഇമോഷനാണ്, പക്ഷെ മണി ടോക്സ് സംടൈംസ്. അതാണ് മണി ടോക്സ് ആണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം നടക്കുന്നത്. അപ്പം അതങ്ങനെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ കോബി മേനുവിന് പുതിയൊരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് ആ പുള്ളി 180K ആണ് വീക്ക്ലി വേജസ് കൊടുക്കുന്നത്. പുള്ളി പറയുന്നത് കശ്മീരോ അത്രയും മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്ര വേണമെന്നാണ് പറയുന്നത്. ഇതെല്ലാം പേപ്പർ ടോക്സ് ആണ്. ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പേപ്പർ ടോക്സിനകത്ത് പറയുന്നതാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് കശ്മീർ ഹാഡ് വോൺ അറൗണ്ട് 5 ആണെന്ന് തോന്നുന്നു 5 UEFA ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡ്. പുള്ളിയൊരു ചാമ്പ്യനാണ് റയൽ മാഡ്രിഡിന്. അതുകൊണ്ട് കശ്മീരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പ്രീമിയർ ലീഗ് ചാമ്പ്യനെങ്കിലും ആണ്. നിങ്ങൾക്ക് ആകെയുള്ളൊരു FA കപ്പ് ക്യാപിറ്റൽ. ഡോണ്ട് ടേക്ക് മീ റോങ്, എനിക്ക് കോബി മേനു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പ്ലേയേഴ്സ് അക്കാഡമി ഗ്രാജുവേറ്റ്സ് ഒന്നാണ്. ഇനി ഗർണാച്ചോനേക്കാൾ ഇഷ്ടം കോബി മേനുവിനാണ്. ബട്ട് നമ്മൾ പഴയ നമ്മുടെ യൂത്തിലെ പിള്ളേർക്ക് മുട്ടായി കൊടുത്ത് വഷളാക്കിയ പോലെ ഈ പയ്യനെ അനാവശ്യമായി കോൺട്രാക്റ്റ് കൊടുത്ത് അനാവശ്യമായി വേജസ് കൊടുത്ത് അവനെ വഴിതെറ്റിക്കില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഗീവ് ഹിം എ റീസണബിൾ എമൗണ്ട് കോൺട്രാക്ട്, എന്നിട്ട് അവന് ബോണസ് കൊടുക്കുക. അവൻ പറയും നീ ഇത്രയൊക്കെ ചെയ്താൽ നിനക്ക് ഇത്രയും ബോണസ്, ഫൈൻ, യു പെർഫോംഡ് വെൽ യു വിൽ ഗെറ്റ് ബോണസസ്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ ക്ലബിൽ ഡെവലപ്പ് ചെയ്യണം. അല്ല ചുമ്മാ വേജസ് കൊടുത്തിട്ട് ബെഞ്ച് ഇരിക്കും. നമുക്ക് സാഞ്ചസിൻ്റെ കാര്യമൊക്കെ അറിയാവുന്നതാണ്. ചുമ്മാ വേജസ് കൊടുത്തു. സാഞ്ചസിനെ കൊണ്ട് ആകെ ഒരു പ്രയോജനം ഉണ്ടായത് ആ ഡെർബി വിൻ 3-2 ആണ്. 2-0 കംബാക്ക് എന്ന് വന്ന ഡെർബി ഗോളാണ്. രോമാഞ്ചം. ഇത് ഞാൻ ലൈവ് വെച്ച് പ്രീമിയർ ഞാൻ കണ്ട് ഞാൻ ആവേശം കൊണ്ട കളിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കൃത്യം അറിയാതെ അത് മാത്രമാണ് അലക്സിസ് സാഞ്ചസിനെ കൊണ്ട് ആ വേജസ് കൊടുത്തതിൽ എന്തെങ്കിലും ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനവും അലക്സിസ് സാഞ്ചസിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അതുപോലെ തന്നെയാണ് കോബി മേനുവിനെ നിങ്ങൾക്ക് എന്നായിരുന്നു വഷളാക്കാം, വലിയ കോൺട്രാക്ട് കൊടുത്ത്. ഡോണ്ട് ഗെറ്റ് ഹിം, എന്നാ പറയുന്നത്, ഡോണ്ട് റോട്ടൺ ഹിം. അവൻ പയ്യനാണ്, കളിച്ചവരാണുണ്ട്, പൈസയല്ല പ്രധാനം. ക്ലബിനൊരു പാഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് അവൻ ലെജൻഡായിട്ട് വേണ്ട സൈൻ ഓഫ് ഈ ക്ലബിൽ നിന്ന് മര്യ അവൻ്റെ പിന്നെ കോബി മേനു ഇതാ പറഞ്ഞത്. ഇതെല്ലാം പേപ്പർ ടോക്സ് ആണ്, നമ്മൾ അതിൻ്റെ ഒരു വ്യൂ പറയുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അല്ലായിരിക്കും. അപ്പം കോബി മേനു എനിക്കൊന്ന് 80K ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അടുത്തൊരു എനിക്കൊന്ന് 100K ഈസ് റീസണബിൾ. പിന്നെ കുറച്ച് ബോണസും പെർക്സും കൊടുക്കുകയാണെങ്കിൽ
അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ യൂറോപ്പ ലീഗ് ഫൈനലിൽ കയറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്. എനിക്ക് വെങ്കറിനോടാണ് ചോദിക്കാനുള്ളത്, ഇനിയും എല്ലാം പറയാനുണ്ടോ? ഇനി ഞങ്ങൾ ജയിക്കുക എന്നുള്ളത് ആർസണൽ ഫാൻസിൻ്റെ ആവശ്യമാണ്. എങ്ങാനും ടോട്ടൻഹാം ജയിച്ച ഉള്ള അവസ്ഥ ആർസണൽ ഫാൻസ് തന്നെ, നിങ്ങൾ തന്നെ ആലോചിക്കുക. അതിലും ഭേദം ഞങ്ങൾ കപ്പടിക്കുന്നത് നിങ്ങൾക്കല്ലത്. വെങ്കർ ഇപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഞാൻ യുണൈറ്റഡ് കപ്പടിക്കണമെന്ന്. കാരണം ടോട്ടൻഹാം എങ്ങാനും കപ്പടിച്ച് ഇവർക്ക് അവിടെ തല പൊക്കി നടക്കാൻ പറ്റുമോ? ഈ ടോട്ടൻഹാം യുണൈറ്റഡ് തല വെക്കി നടക്കാൻ പറ്റുമോ? ഈ റെലിഗേഷൻ സോണിൽ കിടക്കുന്ന രണ്ട് ക്ലബ്ബുകൾ തമ്മിലാണ്. പിന്നെ നമ്മളറിയാമല്ലോ, വി ആർ ഗോട്ടഡ് ലൈക്ക് എനിത്തിങ്, ദാറ്റ് ഈസ് ഇഫ് ഈവൻ ദോ നമ്മൾ യൂറോപ്പ ലീഗ് ജയിച്ചാലും നമ്മൾ പറയും നമ്മുടെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സീസണാണ്. ടോട്ടൻഹാമിന് ഇത് വലിയ കാര്യമായിരിക്കും, കാരണം ടോട്ടൻഹാം സ്മോൾ മെന്റാലിറ്റി ക്ലബ്ബുകൾക്ക് അത് വലിയ കാര്യമായിരിക്കും. ആസ് എ യുണൈറ്റഡ് ഫാൻ, ഈവൻ ദോ വി വിൻ യൂറോപ്പ ലീഗ്, വി ആർ ഹാവിങ് എ ബിലോ ആവറേജ് സീസൺ. അതാണ് ലെജൻഡറി ക്ലബ്സിൻ്റെ ഒരു പ്രത്യേകത. അവർ കപ്പുകളല്ല, അവൾ ടോട്ടാലിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. ബട്ട് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് അപ്പടിച്ചില്ല, നമുക്ക് ചാമ്പ്യൻസ് ലീഗിലോട്ട് ക്വാളിഫിക്കേഷൻ ഇല്ല. അത് വേറൊരു കാര്യം. അപ്പോൾ എല്ലാ ഇന്റർലിങ്കിലൊക്കെ കണ്ടിട്ടാണ്. ഇന്ന് വെസ്റ്റ്ഹാമായിട്ട് മാച്ച് ഉണ്ട്, കാണുക. ഇപ്പോൾ കണ്ണിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ലെന്ന് തോന്നുന്നു. ഇറ്റ്സ് ആസ് യൂഷ്വൽ വലിയ എക്സൈറ്റ്മെന്റ് അല്ല, ബട്ട് ഐ എക്സൈറ്റഡ് ദാറ്റ് യങ്സ്റ്റേഴ്സ് വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടൈം. ഞാൻ ഇങ്ങനത്തെ മാച്ച് കാണുമ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഗെയിം ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എനിവേ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ. ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.